എടയാറിൽ ആണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒരു പൊട്ടിത്തെറിയോട് കൂടിയിട്ടാണ് പിന്നീട് തീ ആളിപ്പടർന്നത്. വളരെ അടുത്ത് തന്നെ ഫയർ ഫോഴ്സ് സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ഒരു മരണം സംഭവിച്ചു. ഒട്ടേറെ പേർക്ക് പരിക്കുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓയിൽ കമ്പനി ആയതുകൊണ്ട് തന്നെ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതുകൊണ്ടുള്ള നടപടികൾ വളരെ കാര്യക്ഷമമായി തന്നെ ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് മുന്നോട്ട് പോകുന്നു. രാഗിൻ കൂടി ചേരുന്നു. രാഗിൻ, എന്താണ് സ്ഥലത്തെ അവസ്ഥ? മറ്റ് ഫയർഫോഴ്സ് സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ യൂണിറ്റുകൾ വരേണ്ട സ്ഥിതിയുണ്ടോ? എന്താണ് വിവരം? തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാന ഘട്ടത്തിലാണ് എന്നാണ് ഫയർഫോഴ്സ് വിഭാഗങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 8:30 മണിക്ക് ശേഷമാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. CG ലൂബ്രിക്കൻസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് തീപിടുത്തം ഉണ്ടായത്. കരിയോയിലൊക്കെ എത്തിച്ച ശേഷം അത് റീസൈക്കിൾ ചെയ്ത് ഓയിൽ ഉണ്ടാക്കുന്ന കമ്പനിയാണിത്. എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഒരു മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. പോലീസ് സംഘം വെന്തു മരിക്കുകയായിരുന്നു. അവരുടെ തൊഴിലാളിയായിരുന്നു. ഏകദേശം കുറെ വർഷങ്ങളായി അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ബീഹാർ സ്വദേശിയാണ്. ലഭ്യമാകുന്ന പേരുകളും അനുസരിച്ച് ശത്രുഘ്നൻ മുക്തിയാർ എന്നതാണ്. അത് ഇക്കാര്യത്തിൽ പോലീസ് സംഘം ഇതാണ് അറിയിക്കുന്നത്. അവിടെ ആ ഓയിൽ ടാങ്കിനടുത്താണ് തീപിടുത്തം സംഭവിക്കുന്നത്. അതിനുശേഷം അവിടെ ഈ തൊഴിലാളി പെട്ടുപോവുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലാണ് എന്നതാണ് ഇപ്പോൾ പോലീസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ആണെങ്കിലും വ്യക്തമാക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ നേരത്തെ സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു. CG ലൂബ്രിക്കൻസ് എന്ന് പറയുന്ന കമ്പനി അത് എടയാർ വ്യവസായ മേഖലയിൽ വരുന്ന ഒരു കമ്പനിയാണ്. ഈ ഓയിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്രാവിറ്റി സ്വാഭാവികമായിട്ടും ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് മറ്റിടങ്ങളിലൊക്കെ തീ പടരുന്നതിനേക്കാൾ കൂടുതലായി ഈ ഓയിൽ ഉള്ളത് കൊണ്ട് ഉണ്ടാകും എന്നതാണ്. പക്ഷേ എങ്കിലും സംയോജിതമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഫയർഫോഴ്സും മറ്റുമൊക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എടയാർ വ്യവസായ മേഖലയിലാണ്. അവിടെ വലിയൂരിലാണ് ആ തീപിടുത്തം ആ കമ്പനിയിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, ആലുവയിലെ ഇടയാറിലാണ് ഓയിൽ കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായത്. ഒരാളുടെ മരണം, ബീഹാർ സ്വദേശിയായ തൊഴിലാളി മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒട്ടേറെ പേർക്ക് പരിക്കുകളുണ്ട്. പൂർണ്ണമായും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. രാഗിനും ബിന്നിലുമാണ് വിവരങ്ങൾ നൽകിയത്.